നമ്മളിൽ നിന്ന് മരണപ്പെട്ട് പിരിയുന്ന ആലിമീങ്ങൾക്ക് തുല്യർ ഇവിടെ വരുന്നില്ല. താജുൽ ഉലമ വഫാത്തായി, പകരക്കാര് വന്നില്ല. നൂറുൽ ഉലമ വഫാത്തായി, പകരക്കാര് വന്നില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് ശൈഖുൽ ഹദീസ് വഫാത്തായി, പകരത്തിനിവിടെ ആരും വന്നില്ല. ബഹുമാനപ്പെട്ട വലിയ വലിയ കിടയറ്റ ആലിമീങ്ങൾ എത്രയാണ് ഇക്കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയത്. ഒരു ചെറിയ കാലയളവിനുള്ളിൽ വലിയ വലിയ ബഹറുൽ ഉലൂമുകൾ നമ്മളോട് വിട പറഞ്ഞു പോയി. അവർക്കാർക്കും പകരം വന്നില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ വലിയ മുദർരിസായിരുന്നു, ആലിമായിരുന്നു. അതാ മഹാനവറുകളുടെ ശിഷ്യന്മാരായി വലിയ പണ്ഡിതന്മാരുണ്ട്. അവിടത്തേക്ക് പകരക്കാര് വന്നില്ല. കഴിഞ്ഞ വർഷം സ്നേഹപ്രപഞ്ച പരമ്പരയുടെ സമാപന വേദിയിൽ നമ്മളെ ആത്മീയ ചക്രവാളത്തിലേക്ക് മാടി വിളിച്ച ഇ.കെ. മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദ് അവറുകൾ നിമിഷ കവിയായിരുന്നു. അറബി രചനകൾ ഉണ്ടാക്കിയവരാണ്. വലിയ പണ്ഡിതനായിരുന്നു. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുന്ന കാലത്ത് വളരെ ധൈര്യത്തോടെ പണ്ഡിത ചർച്ചകൾക്ക് ഉചിതമായ രീതിയിൽ ഇടപെട്ടിരുന്ന മഹാനായിരുന്നു. പക്ഷേ യാത്രയായിട്ട് പകരക്കാര് വന്നില്ല. അല്ലാഹു തആല ഈ മഹാന്മാരുടെ എല്ലാം ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നാഫിആയ ഇൽമ് അല്ലാഹു നമുക്ക് നൽകട്ടെ. തഴവാ ഉസ്താദ് യാത്രയായി പകരമാരും വന്നില്ല. റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് വഫാത്തായി, പകരക്കാര് വന്നില്ല. ഇങ്ങനെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ പണ്ഡിതന്മാര് പോകുന്നതോടെ ഇൽമ് വിടുന്ന് പോവുകയാണ്. കണിശമായി ഒരു മസ്അല പറയാനുള്ള ഒരു ആലിം നമ്മുടെ ഓരോ ഗ്രാമത്തിൽ നിന്നും നഷ്ടമാവുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അന്ത്യനാളിന്റെ അടയാളമാണ് ഇൽമു കുറയൽ, വിവരക്കേട് കൂടൽ. കിടയറ്റ ആലിമീങ്ങളെ പോയി കേട്ടോ. മുജ്തഹിദുകളുടെ കാലം കഴിഞ്ഞുപോയി. അതിന് പകരക്കാരിവിടെ വന്നില്ല. മുഹദ്ദിദീങ്ങൾ കഴിഞ്ഞുപോയി. 6 ഹദീസിന്റെ പണ്ഡിതന്മാർ. അതിന് പകരക്കാരിവിടെ വന്നില്ല. ഇമാം നവവി തങ്ങളെ പോലെയുള്ള വലിയ ഖത്താബുകൾ കഴിഞ്ഞുപോയി. അവരുടെ പകരക്കാര് പോയിട്ട് അവരുടെ രോമത്തിന് വിലയുള്ളവരിവിടെ പിന്നെ വന്നില്ല. പിന്നല്ലേ നമ്മൾ വലിയ ജാട പറയുന്നത്. ഇൽമ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളുടെ വിയോഗത്തോടെയാണ്. അല്ലാഹു നമുക്കിന്ന് തണലേകി തന്നിട്ടുള്ള മഹാന്മാരായ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഇന്നിങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാനും സ്വലാത്ത് ചെല്ലാനും മുത്തുനബി തങ്ങളെ പറയാനും ഒക്കെയുള്ള കാരണം റഈസുൽ ഉലമാ ഉസ്താദിനെ പോലെ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ പോലെ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദിനെ പോലെ, സിറാജുൽ ഉലമാ ഇദ്റൂസ് ഉസ്താദിനെ പോലെ ആലിമീങ്ങളുടെ ഖാദിമീങ്ങളായതുകൊണ്ടാണ്. അവര് വേഗം പോയാൽ നമ്മൾ വീണ്ടും യതീമുകളാവുകയാണ്. അല്ലാഹുവേ, ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിന് നീ നീട്ടിത്തരണേ റഹ്മാനേ. പോയാൽ പകരക്കാര് വരാനില്ല.